നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ഹിയറിംഗ് പ്രവാസികൾക്ക് നേരിട്ട് ഹാജരാകേണ്ടതില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവർക്കും ആശ്വാസം. SARൽ പ്രവാസി വോട്ടർമാർക്ക് ആശ്വാസം. ഹിയറിംഗ് സമയത്ത് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിക്കാം. അടുത്ത ബന്ധുക്കൾ രേഖകളുമായി ഹിയറിംഗിന് എത്തിയാൽ മതിയാകും. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് കസ്റ്റഡിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസ് കസ്റ്റഡിയിൽ. ശനിയാഴ്ച രാത്രി 12:00 രാഹുൽ മാങ്കൂട്ടത്തിലെ ഷൊർണൂർ DSP ഉൾപ്പെടെയുള്ള പ്രത്യേക പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഒരു യുവതി നൽകിയ പുതിയ പരാതിയിലാണ് പോലീസിൻ്റെ നടപടി. ബലാത്സംഗവും ഗർഭചിന്തയുള്ള പ്രേരണ ഉൾപ്പെടെ ആരോപിച്ചാണ് യുവതി പരാതി നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇമെയിൽ വഴിയാണ് പുതിയ പരാതി ലഭിച്ചത്. യുവതിയുടെ മൊഴി പ്രത്യേക സംഘം രേഖപ്പെടുത്തിയെന്നുമാണ് സൂചന. ഇതിന് പിന്നാലെയാണ് പാതിരാത്രിയിൽ പാലക്കാട് നഗരത്തിൽ KPM ഹോട്ടലിൽ നിന്ന് രാഹുലിനെ പോലീസ് സംഘം പിടികൂടിയത്. ഹോട്ടൽ മുറിയിൽ പേഴ്സണൽ സ്റ്റാഫ് കൂടെ ഇല്ലാത്ത സമയത്താണ് പോലീസ് എത്തിയത്. ഹോട്ടൽ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതിന് ശേഷമായിരുന്നു പോലീസിൻ്റെ നടപടി. തിരുവനന്തപുരത്തേക്കാണ് രാഹുലിനെ കൊണ്ടുപോകുന്നത് എന്നാണ് സൂചന. 2 ദിവസമായി രാഹുൽ പാലക്കാട്ടുണ്ട്. ക്ഷേത്ര ചടങ്ങുകൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. രാഹുൽ താമസിച്ചിരുന്ന റൂം നമ്പർ 2002 പോലീസ് സീൽ ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഇവിടെ മുറിയെടുത്തത്. അതേസമയം പുതിയ പരാതിയുടെ നിലവിൽ രാഹുലിനെതിരെ സമാനമായ 3 കേസുകളാണുള്ളത്. ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിനെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യവും ലഭിച്ചു. കേസുകൾക്ക് പിന്നാലെ രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി. മകരവിളക്ക് ദർശനത്തിന് വെറും 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ കർശന നിയന്ത്രണങ്ങളുമായി ഹൈക്കോടതി. പ്രവേശനം 35,000 പേർക്ക് മാത്രമായി നിജപ്പെടുത്തി. മകരവിളക്ക് ദിനത്തിൽ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട ഭക്തരുടെ എണ്ണത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി ഹൈക്കോടതി. മകരവിളക്ക് ദിവസം ജനുവരി 14 35,000 പേർക്ക് മാത്രമേ ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്ക്, സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് പ്രവേശനം അനുവദിക്കുക. 13 വെർച്വൽ ക്യൂ വഴിയുള്ള 30,000 പേർക്ക്, സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും മാത്രമേ ദർശനം നടത്താനാവുകയുള്ളൂ. സ്കൂൾ ബാഗിൻ്റെ അമിതഭാരം ആരോഗ്യത്തിന് ഭീഷണി. പഠന പരിഷ്കാരങ്ങൾ അനിവാര്യമെന്ന് SCERT റിപ്പോർട്ട്. സ്കൂൾ ബാഗിൻ്റെ അമിതഭാരം വിദ്യാർത്ഥികൾ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്നതായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ SCERT നടത്തിയ ഗവേഷണ റിപ്പോർട്ട്. ബാഗിലെ ഭാരം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായി പഠന പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്ന റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് പഠനം നടത്തിയത്. കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ ഭാരം അവരുടെ ശരീരത്തിൻ്റെ 10% കൂടുതലെന്നാണ് NCERT നിർദ്ദേശിച്ച സ്കൂൾ ബാഗ് നയം. എന്നാൽ ഈ മാനദണ്ഡം പലപ്പോഴും ലംഘിക്കപ്പെടുന്നതായി പഠനം ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 8 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ നിന്നാണ് പഠനത്തിനായി വിവരങ്ങൾ ശേഖരിച്ചത്. ബാഗിൻ്റെ ഭാരം കുട്ടിയുടെ ശരീരഭാഗത്തിൻ്റെ 10% താഴെയെങ്കിൽ സുരക്ഷിതം, 10-15% മുൻകരുതൽ ആവശ്യമായ അവസ്ഥ, 15% മുകളിൽ അപകടകരം എന്നിങ്ങനെയാണ് വിഭാഗീകരണം. ബാഗിൻ്റെ അമിതഭാരം തങ്ങൾക്ക് പ്രശ്നമാണെന്നാണ് 27.12% കുട്ടികൾ പഠനത്തിൽ പ്രതികരിച്ചത്. LP വിഭാഗം മുൻകരുതൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. UP വിഭാഗം മുൻകരുതൽ, അപകടകരം എന്നീ 2 വിഭാഗങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികളാണ് കൂടുതലും അപകട സാധ്യതയിലുള്ളത്. നിരന്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ സർക്കാർ നടപടിയെടുക്കും. SKSSF ജമാഅത്തെ ഇസ്ലാമിയെ ഉയർത്തിക്കാട്ടി ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം കൈവച്ച് വിദേശ പ്രചരണം നടത്തുന്നവരെ സമാനാകാംക്ഷികളായ മലയാളി സമൂഹം തിരിച്ചറിയണം. ചില നേതാക്കളെ സംഘപരിവാർ ഭാഷയിൽ സംസാരിക്കാൻ തുറന്നുവിടുന്നത് ശരിയല്ല. നിരന്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്നും പട്ടിക്കാട് ജാമിയ അയ്നൂരിൽ ചേർന്ന SKSSF സംസ്ഥാന സെക്രട്ടറി യോഗം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുള്ള വിദേശ പ്രചരണം നടത്തുന്നവരെ മലയാളി സമൂഹം തിരിച്ചറിയണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മതേതര പാർട്ടികൾ മൃദു ഹിന്ദുത്വം സ്വീകരിച്ചതിൻ്റെ തിക്തഫലം അനുഭവിച്ചാണ്. വർഗീയതയ്ക്ക് ഒരു കാലത്തും ഇടം നൽകാത്ത കേരളത്തിൽ അത്തരം പരീക്ഷണങ്ങൾ ആര് നടത്തിയാലും അതിനെ ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കണം. അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉയർത്തി നിരന്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ സൗഹൃദ കേരളത്തിലെ സ്ഥിരം ശല്യക്കാരനായി മാറിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. 1.75 കോടി ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഡാർക്ക് വെബിൽ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ടുകൾ. 1.75 കോടി ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നതാണ് സൂചന. മാൽവെയർ ബെറ്റ്സ് ആണ് വീഴ്ച പുറത്തുവിട്ടേക്ക്. ലൊക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ അടക്കമാണ് ചോർന്ന വിവരങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് എത്തിയെന്നാണ് വിവരം. സൈബർ ആൾമാറാട്ടം, ഫിഷിംഗ് ക്യാമ്പയിൻ, ലോഗിൻ വിവരങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം തുടങ്ങി പലവിധ കുറ്റകൃത്യങ്ങളും ഹാക്കർമാർ ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകുന്നു. ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള സംവിധാനം ദുരുപയോഗം ചെയ്ത് അക്കൗണ്ടുകൾ തട്ടിയെടുക്കാനാണ് കൂടുതൽ സാധ്യതയെന്നും മാൽവെയർ ബെറ്റ്സ് കൂട്ടിച്ചേർത്തു. പല ഉപഭോക്താക്കളും തങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള സന്ദേശം ലഭിച്ചതായി പറയുന്നു. ചോർന്ന വിവരങ്ങൾ ഉപയോഗിച്ചാണ് അക്കൗണ്ടുകൾ തട്ടിയെടുക്കാനുള്ള ഈ ശ്രമം നടക്കുന്നത്. സംഭവത്തിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ മാതൃ കമ്പനിയായ മെറ്റ ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല.
കോഴിക്കോട് മുണ്ടിക്കൽ താഴത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികരായ 2 പേർക്ക് ദാരുണാന്ത്യം. മുണ്ടിക്കൽ താഴത്ത് കാസ ഹോട്ടലിന് സമയം കാറും ബൈക്കും കൂട്ടിയിടിച്ചിട്ടുള്ള അപകടത്തിൽ ബൈക്ക് യാത്രയായ 2 പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായി. കുറ്റിക്കാട്ടൂർ പെരിങ്ങാട്ടുപുറം സ്വദേശി സതീഷ് കുമാർ, കൂടെ ബൈക്കിലുണ്ടായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശികൾ ശിവശങ്കർ എന്നിവരാണ് മരിച്ചത്. കുറ്റ്യാടിയിൽ SIR പട്ടികയിൽ നിന്ന് പുറത്തായവർക്കുള്ള ഹിയറിംഗ് ഒഴിവാക്കി. BLOയുടെ പിഴവിൽ പട്ടികയിൽ നിന്ന് പുറത്തായ 450 പേർക്കുള്ള ഹിയറിംഗാണ് ഒഴിവാക്കിയത്. SIR ഫോം തെറ്റായി അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് കുറ്റ്യാടിയിൽ SIR പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവർക്കുള്ള ഹിയറിംഗ് ഒഴിവാക്കി. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നടത്തിയ വർഗീയ പ്രസ്താവനയിൽ പ്രതികരണവുമായി AK ബാലൻ. ഇസ്ലാമിയെക്കുറിച്ച് നടത്തിയ വർഗീയ പ്രസ്താവനയിൽ പ്രതികരണവുമായി AK ബാലൻ രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയെന്നും മാപ്പ് പറയാൻ മനസ്സില്ലെന്നുമാണ് AK ബാലൻ്റെ പ്രതികരണം. കേസും കോടതിക്കും തനിക്കും പുത്രിയല്ലെന്ന്, ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകണം എന്നാണ് വിധിയെങ്കിൽ ജയിലിൽ പോകുമെന്നും AK ബാലൻ പറഞ്ഞു. ഞാൻ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റ്, ജയിലിൽ പോയാൽ ഖുർആൻ വായിച്ച് തീർക്കും. ഖുർആൻ ഉയർത്തി AK ബാലൻ. ഖുർആൻ ഉയർത്തിപ്പിടിച്ച CPM നേതാവ് AK ബാലൻ ജയിലിൽ പോകേണ്ടി വന്നാൽ ആദ്യം ഖുർആൻ വായിച്ചു തീർക്കുമെന്നും താൻ തൊഴിലാളി വർഗ്ഗത്തോട് കൂടുതലുള്ള ആളാണെന്നും AK ബാലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഖുർആനിൻ്റെ മലയാള പരിഭാഷ ഉയർത്തിപ്പിടിച്ചായിരുന്നു AK ബാലൻ്റെ വാർത്താസമ്മേളനം. ജയിലിൽ പോകേണ്ടി വന്നാൽ ഖുർആൻ വായിച്ചു തീർക്കും. ഖുർആൻ മുനാഫിക്കുകളെക്കുറിച്ച് പരാമർശിക്കുന്നത് ഈമാനുള്ള കമ്മ്യൂണിസ്റ്റിനാണെന്നും AK ബാലൻ പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ മാറാട് പ്രവാസനം താൻ തിരുത്തും. ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയെന്നും മാപ്പ് പറയാൻ മനസ്സിലെന്നുമാണ് AK ബാലൻ്റെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് ഭരിക്കുകയെന്നും അത് മറ്റൊരു മാറാട കലാപത്തിലേക്ക് നയിക്കുമെന്നായിരുന്നു ബാലൻ പറഞ്ഞത്. പ്രസ്ഥാനം തിരുത്തണമെന്നും മാപ്പ് പറയണമെന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഇല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കും വ്യക്തമാക്കി ജമാഅത്തെ സെക്രട്ടറി ഷിഹാബ് പൊക്കൂട്ടർ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തയിലൂടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.